Ncert Max Class 9 Chapter 1 Numbersystem Part 7. We know how to find root x for any given positive real number x geometrically. ഇങ്ങനെയാണ് നമ്മൾ തൊട്ട് മുമ്പ് റൂട്ട് നമ്പറുകളെ എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളതും അതിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞു വെച്ചു. റാഷണൽ നമ്പേഴ്സ് നമ്പർ ലൈനിൽ രേഖപ്പെടുത്തേണ്ട വിധവും മറ്റുമെല്ലാം നമ്മൾ തൊട്ട് മുമ്പ് ഉള്ള വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തു. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് റൂട്ട് എക്സ് ഏതൊരു സംഖ്യയെയും നമുക്ക് റാഷണൽ നമ്പറിൽ അടങ്ങിയ ഏതൊരു സംഖ്യയെയും എങ്ങനെയാണ് ജോമെട്രിക്കലി ആയി നമുക്ക് കണ്ടെത്താൻ സാധിക്കുക എന്നുള്ളതാണ്. ഇവിടെ റൂട്ട് എക്സ് എന്നുള്ളത് ഏത് ഒരു വാല്യൂവിനും നമുക്ക് കൊടുക്കാവുന്നതാണല്ലോ. ഇങ്ങനെയെങ്കിൽ റൂട്ട് എക്സിനെ നമുക്ക് എങ്ങനെ ജോമെട്രിക്കലി കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ്. ഇവിടെ ഫോർ എക്സാമ്പിൾ ലെറ്റ് us ഫൈൻഡ് ഇറ്റ് ഫോർ എക്സ് ഈസ് ഈക്വൽ ടു 3.5. നമ്മളിവിടെ എക്സിന് വാല്യൂ നിശ്ചയിച്ചിട്ടുള്ളത് 3.5 എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടെത്താനുള്ളത് റൂട്ട് എക്സ് ആകുമ്പോൾ റൂട്ട് 3.5. അപ്പോൾ 3.5ൻ്റെ സ്ക്വയർ റൂട്ടാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. ആദ്യമായി നമുക്ക് മാർക്ക് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് 3.5 യൂണിറ്റ് ഫ്രം എ ഫിക്സഡ് പോയിന്റ് എ ഓൺ എ ഗിവൺ നമ്പർ ലൈൻ ടു ഒബ്റ്റെയിൻ ബി സച്ച് ദാറ്റ് എ ബി ഈസ് ഈക്വൽ ടു 3.5. നമുക്ക് പറയാം, നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എക്സിൻ്റെ വാല്യൂ 3.5 എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡിസ്റ്റൻസിൽ ഒരു ലൈൻ വരയ്ക്കുക, ഒരു എ ബി എന്ന ലൈൻ വരയ്ക്കുക. 3.5 ഡിസ്റ്റൻസ് വരുന്ന ഒരു എ ബി ലൈൻ വരയ്ക്കുക. ഇവിടെ നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട്. ഫിഗർ 1.16 നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു ഫിഗർ നമ്മളിവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ശേഷം ഫ്രം ബി മാർക്ക് എ ഡിസ്റ്റൻസ് ഓഫ് 1 യൂണിറ്റ് ആൻഡ് മാർക്ക് ന്യൂ പോയിന്റ് ആസ് സി. ഈ ബിയിൽ നിന്നും എ ബി നമുക്കറിയാം, എ ബി എന്നുള്ളത് എക്സിൻ്റെ വാല്യൂ ആണ്. എക്സ് ഈസ് ഈക്വൽ ടു 3.5 ആണ് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ എ ബി എന്നുള്ളതിൻ്റെ വാല്യൂ 3.5 ആയിരിക്കും. അതിന് ശേഷം ബി മുതൽ ഒരു യൂണിറ്റ് ഡിസ്റ്റൻസ് എടുത്ത് സി എന്ന ഒരു പോയിൻ്റ് കൂടെ രേഖപ്പെടുത്തുക. Find the midpoint of AC and mark the point O. എ മുതൽ സി വരേക്കുമുള്ള ഈ ലൈനിൻ്റെ സെൻറ്റർ ഭാഗം എടുത്ത് അവിടെ ഒ എന്നുള്ള ഒരു പോയിൻ്റ് രേഖപ്പെടുത്തുക. ഒ എന്നുള്ളത് എ സി എന്ന ലൈനിൻ്റെ സെൻറ്റർ പോയിൻ്റാണ്. എ ബി എന്നുള്ളത് എക്സിൻ്റെ വാല്യൂ വരുന്ന 3.5 ഡിസ്റ്റൻസിൽ വരുന്ന രണ്ട് പോയിൻ്റുകളാണ് എ ബി എന്നുള്ളത്. ഡ്രോ എ സെമി സർക്കിൾ വിത്ത് സെൻറ്റർ ഒ. നമ്മൾ പറയാം ഒ എന്നുള്ളത് എ സി എന്നുള്ളതിൻ്റെ സെൻറ്ററാണ്. അതുകൊണ്ട് തന്നെ ഈ ഒ സെൻറ്ററായി ഒരു സെമി സർക്കിൾ വരയ്ക്കുക. ഡ്രോ എ ലൈൻ പെർപെൻഡിക്കുലർ ടു എ സി പാസിംഗ് ത്രൂ ബി. നമുക്ക് ബിയിലൂടെ പാസ് ചെയ്തു പോകുന്ന എ സി എന്ന ലൈനിനോട് പെർപെൻഡിക്കുലറായ ഒരു ലൈന് വരയ്ക്കുക. ആ ഡി എന്നുള്ളത് സെമി സർക്കിളിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുകയും ചെയ്യും. ആൻഡ് ഇൻ്റർസെക്റ്റിൻ്റെ സെമി സർക്കിൾ അറ്റ് ഡി എന്നുള്ള പോയിൻ്റ് സെമി സർക്കിളിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുമുണ്ട്. അത് എ സി എന്ന ലൈനിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കുകയും വേണം. ബി എന്ന പോയിന്റിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്കറിയാം ദെൻ ബി ഡി ഈസ് ഈക്വൽ ടു റൂട്ട് 3.5. ബി ഡി എന്നുള്ളതിൻ്റെ വാല്യൂ 3.5 റൂട്ട് 3.5 ആയിരിക്കും. ഇങ്ങനെയെന്ന് നമുക്ക് ഒന്നുകൂടെ വിശദീകരിക്കാം. ടു ഫൈൻഡ് റൂട്ട് എക്സ് ഫോർ എനി പോസിറ്റീവ് റിയൽ നമ്പർ. ഏതൊരു പോസിറ്റീവ് റിയൽ നമ്പറിൻ്റെയും റൂട്ട് എക്സ് നമുക്ക് കാണുന്നതിന് വേണ്ടി വി മാർക്ക് ബി സോ ദാറ്റ് എ ബി ഈസ് ഈക്വൽ ടു എക്സ്. നമ്മൾ തൊട്ട് പറഞ്ഞു എ ബി ഈസ് ഈക്വൽ ടു എക്സ് ആയിരിക്കും. ആൻഡ് ആസ് ഇൻ ഫിഗർ 1.16 മാർക്ക് സി സോ ദാറ്റ് ബി സി ഈസ് ഈക്വൽ ടു 1. ബി സി എന്നുള്ളത് 1 ആയിരിക്കും. ദെൻ വി ഹാവ് ഡൺ ഫോർ ദ
കേസ് എക്സ് ഈസ് ഇക്വൽ ടു 3.5 നമ്മൾ തൊട്ട് മുമ്പ് എക്സ് 3.5 ആയിട്ട് നമ്മൾ രേഖപ്പെടുത്തിയതുപോലെ വി ഫൈൻഡ് ബി ഡി ഈസ് ഇക്വൽ ടു റൂട്ട് എക്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും നമ്മൾ വരക്കുന്ന ബിയിൽ നിന്നും സെമി സർക്കിളിലേക്ക് നമ്മൾ വരക്കുന്ന ഈ ലൈൻ എപ്പോഴും ഈ സംഖ്യയുടെ റൂട്ട് എക്സ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ആദ്യം നമ്മൾ എ ബി എന്നുള്ള ഒരു ലൈൻ വരച്ചു. ശേഷം ബിയിൽ നിന്നും ഒരു പോയിൻ്റ് ഡിസ്റ്റൻസിൽ, ഒരു യൂണിറ്റ് ഡിസ്റ്റൻസിൽ സി എന്നുള്ളൊരു പോയിൻ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം എ സി എന്നുള്ളതിൻ്റെ സെൻറ്ററാണ് നമ്മൾ എടുത്തത്. ഈ സെൻറ്റർ മിഡ് പോയിൻറ്റിനെ നമ്മൾ ഒ എന്നുള്ളൊരു പോയിൻ്റ് രേഖപ്പെടുത്തി. ഈ ഒ എന്നുള്ളത് സെൻറ്ററായി നമ്മൾ ഒരു സെമി സർക്കിൾ വരച്ചു. ശേഷം ഈ ബിയിൽ നിന്നും ഡിയിലേക്ക്, ഈ സെമി സർക്കിളിലേക്ക് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ വരയ്ക്കുന്ന ഈ ലൈനിൻ്റെ അളവ് എപ്പോഴും റൂട്ട് എക്സ് ആയിരിക്കും. ഇത് നമുക്ക് പൈതഗോറസ് തിയറം വഴി നമുക്ക് തെളിയിക്കാവുന്നതാണ്. പൈതഗോറസ് തിയറം എന്താണ് എന്നുള്ളത് നമ്മൾ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ വിശദമായി പറഞ്ഞു വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ തൊട്ട് മുമ്പുള്ള വീഡിയോ ഒന്നുകൂടെ കാണാവുന്നതാണ്. We can prove this result using Pythagoras theorem. Next that in figure 1.6 root OBD നമുക്കറിയാം റൂട്ട് ട്രയാങ്കിൾ OBD OBD എന്നുള്ള ഇവിടെ ഒരു ട്രയാങ്കിൾ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. നമുക്കറിയാം OD ഈസ് ഈക്വൽ ടു OC OA ഇതിലൊക്കെ ഒരേ പോയിൻ്റ് ആയിരിക്കുമല്ലോ, കാരണം ഇവിടെ നിന്ന് ഒരേ റേഡിയസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ട്രയാങ്കിൾ OBD എന്നുള്ളത് ഇവിടെ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുമാണ്. ദ റേഡിയസ് ഓഫ് സർക്കിൾ ഈസ് x+1/2. നമുക്കറിയാം ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്നുള്ളത് എക്സ് എന്ന് പറഞ്ഞാൽ എ ബി മുതലുള്ള എ പോയിൻ്റ് മുതൽ ബി വരെയുള്ള പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസാണ് എക്സ്. അതിൽ നിന്നും ബിയിൽ നിന്നും ഒരു പോയിൻ്റ് കൂടെ വരുന്നതാണ് ബി ടു സി എന്നുള്ളത്. അപ്പോൾ x+1 എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് എ മുതൽ സി വരേക്കുമുള്ള അളവാണ് x+1. x+1/2 അതിൻ്റെ മിഡിൽ പോയിൻ്റാണ് റേഡിയസ് ആയി വരുന്നത്. x+1/2 അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് x+1/2 എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം റേഡിയസ് x+1/2 ആകുമ്പോൾ OD എന്നുള്ളതിൻ്റെയും ലെങ്ത് എന്തായിരിക്കും x+1/2 എന്നുള്ളത് തന്നെ ആയിരിക്കും. കാരണം ഇവിടെ നിന്നുള്ള അതേ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും O മുതൽ C വരേക്കുള്ളതും O മുതൽ A വരേക്കുമുള്ളതും. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് x+1/2 എന്നുള്ളത് തന്നെയായിരിക്കും. Therefore OC is equal to OD is equal to OA is equal to x+1/2. OCയും OA OD എന്നുള്ള എല്ലാ പോയിൻറ്റുകളും x+1/2 എന്നുള്ളതാണ്. Now OB is equal to x minus x+1/2. നമുക്കറിയാം OB എന്നുള്ളത് O മുതൽ B എന്ന് വരേക്കുള്ള ലൈൻ എന്നുള്ളത് x+1/2 എന്നുള്ളതിൽ നിന്നും എക്സിൻ്റെ വാല്യൂ കുറച്ചതായിരിക്കും. നമുക്കറിയാം x+1/2 എന്ന് പറയുന്നത് ഇവിടെ മുതൽ OC വരേക്കുമുള്ള ഒരു ലൈൻ സെഗ്മെൻ്റ് ആണ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു O മുതൽ C വരേക്കുമുള്ളതാണ്. ഇതിൽ നിന്നും ഒരു എക്സിൻ്റെ വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എക്സിൻ്റെ വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് OB എന്നുള്ളതിൻ്റെ ലെങ്ത് കിട്ടുന്നതാണ്. അപ്പോൾ OB ഈസ് ഈക്വൽ ടു x മൈനസ് x+1/2. നമുക്ക് x മൈനസ് x+1/2 എന്നുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x-1/2 എന്നുള്ളത് കിട്ടും. ഇത് റാഷണൽ നമ്പറുകളുടെ സബ്ട്രാക്ഷൻ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. x ഈസ് ഈക്വൽ ടു x-1 ആണ്, x/1 ആണ്. അതിന് നമ്മൾ ഡിനോമിനേറ്ററുകൾ സെയിം ആക്കി നമ്മൾ ഒന്നിൽ നിന്ന് മറ്റൊന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് x-1/2 എന്നുള്ളത്. സോ ദ പൈതഗോറസ് തിയറം വി ഹാവ് BD² ഈസ് ഈക്വൽ ടു OD² മൈനസ് OB². ഈ 2 എന്നുള്ള സ്ക്വയർ ആണ്. നമുക്കറിയാം പിന്നെ
ബി ഡി സ്ക്വയർ ആണ് നമുക്ക് കാണാനുള്ളത്. ഇതാണ് നമ്മൾ റൂട്ട് എക്സ് എന്നുള്ളത് ഇതായി നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ദിസ് ഈക്വൽ ടു ഒ ബി സ്ക്വയർ, ഇവിടെ നിന്നതിൻ്റെ സ്ക്വയർ, ഈ വാല്യൂ എത്ര നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എക്സ് മൈനസ് 1/2 എന്നുള്ളതാണ് ഇവിടെ മുതലുള്ള ഇത് ഒ ബി എന്നുള്ളതിൻ്റെ ലൈന്. പിന്നെ ഒ ഡി എന്നുള്ളതിൻ്റെ വാല്യൂ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്സ് പ്ലസ് 1/2 എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ പറയും ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയറിൽ നിന്നും എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് എച്ച് സ്ക്വയർ അഥവാ ഹൈപ്പോട്ടന്യൂസിൻ്റെ അളവ് എന്നുള്ളത് മുമ്പുള്ള പൈതഗോറസ് തിയറത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചതാണ്. അപ്പോൾ ഇവിടെ നിന്നും എക്സ് പ്ലസ് 1/2 എന്നുള്ള എക്സ് പ്ലസ് 1/2 എന്നുള്ളത് ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയറിൽ നിന്നും എക്സ് മൈനസ് 1/2 എന്നുള്ള ഈ ഒ ബി എന്നുള്ളതിൻ്റെ സ്ക്വയർ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് റൂട്ട് എക്സ് എന്നുള്ളത്. നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 4x/4 എന്നുള്ള ആൻസർ കിട്ടും. ഈസ് ഈക്വൽ ടു എക്സ്. 4 ഡിവൈഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയാവുന്നത് എക്സ് ആണ്. അപ്പോൾ ദിസ് ഷോസ് ദാറ്റ് ബി ഡി ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ്. അപ്പോൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് റൂട്ട് എക്സ് എന്നുള്ളത്. ഓക്കെ, if you want to know the position of root x on the number line, then let us treat the line BC as the number line with B as 0 and C as 1 and so on. Draw an arc with center B and radius BD with intersect the line in E. നമുക്ക് ഈ റൂട്ട് എക്സിനെ ഇനി എങ്ങനെയാണ് നമുക്ക് നമ്പർ ലൈനിൽ രേഖപ്പെടുത്തുക? നമ്പർ ലൈനിൽ നമ്മൾ എങ്ങനെ റൂട്ട് എക്സിനെ റെപ്രസെൻറ്റ് ചെയ്യും? അതിനായി നമ്മൾ ചെയ്യേണ്ടത് ബി സി എന്നുള്ള ഇത് നമ്മൾ രേഖപ്പെടുത്തിയ ഈ ലൈൻ നമ്മൾ ഒന്നുകൂടെ നീട്ടി വരയ്ക്കുകയും ശേഷം ബി സെൻറ്ററായി ബി ഡി എന്നുള്ള ഒരു അളവ് രേഖപ്പെടുത്തിയതിന് ശേഷം ബി സെൻറ്ററായി ഒരു ആർക്ക് ഈ നമ്പർ ലൈനിലേക്ക് നമ്മൾ വരയ്ക്കുക. ഈ ടച്ച് ചെയ്യുന്ന സ്ഥലമായിരിക്കും റൂട്ട് എക്സ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രൂപത്തിൽ നമുക്ക് റൂട്ട് എക്സ് നമ്പർ ലൈനിൽ രേഖപ്പെടുത്താവുന്നതാണ്. ആദ്യമായി നമ്മൾ എടുക്കേണ്ടത് ബി മുതൽ ഡി വരേക്കുമുള്ള അളവ് എടുത്തതിന് ശേഷം ബി സെൻറ്ററായി ഡിയിൽ നിന്നും ഒരു ആർക്ക് നമ്മൾ ഈ നമ്പർ ലൈനിലേക്ക് വരയ്ക്കും. ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സ്ഥലമായിരിക്കും റൂട്ട് എക്സ് എന്നുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് എങ്ങനെയാണ് നമുക്ക് ചില സ്ക്വയർ റൂട്ടുകളെ ഐഡൻറ്റിറ്റികളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മൾ റാഷണൽ നമ്പേഴ്സിൻ്റെ ഐഡൻറ്റിറ്റികൾ പലതും പഠിച്ചു കഴിഞ്ഞതാണ്. അതിനോട് ഏറെ സാമ്യമുള്ളതാണ് സ്ക്വയർ റൂട്ടുകളുടെയും ഐഡൻറ്റിറ്റികളൊക്കെ. ഏതായാലും നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ് വൺ, റൂട്ട് എ ബൈ റൂട്ട് ബി ഈസ് ഇക്വൽ ടു റൂട്ട് എ മൈനസ് ബി. റൂട്ട് എ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും റൂട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് റൂട്ട് മൊത്തത്തിൽ ഒന്നിച്ച് എഴുതാവുന്നതാണ്. റൂട്ട് എ ബൈ റൂട്ട് ബി ഈസ് ഇക്വൽ ടു റൂട്ട് എ ബൈ ബി. അടുത്തതായി റൂട്ട് എ പ്ലസ് റൂട്ട് ബി ഇൻറ്റു റൂട്ട് എ മൈനസ് റൂട്ട് ബി. നമുക്കറിയാം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈസ് ഇക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ളതാണ് സാധാരണ നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ പഠിച്ച ഐഡൻറ്റിറ്റി. ഇവിടെ റൂട്ട് എ പ്ലസ് റൂട്ട് ബി റൂട്ട് എ മൈനസ് ഇൻറ്റു റൂട്ട് എ മൈനസ് റൂട്ട് ബി എന്നാണ്. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ളിടത്ത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വരുന്നതുപോലെ റൂട്ട് എ പ്ലസ് റൂട്ട് ബി ഇൻറ്റു റൂട്ട് എ മൈനസ് റൂട്ട് ബി വരുമ്പോൾ എ മൈനസ് ബി ആയിരിക്കും ആൻസർ വരിക എന്ന്. ഓക്കെ, മൂന്നാമത്തേത് നമുക്ക് നോക്കാം. എ പ്ലസ് ബി ഇൻറ്റു റൂട്ട് ബി എ മൈനസ് ബി ഇൻറ്റു റൂട്ട് ബി. ആദ്യത്തേതിൽ പിന്നെ റൂട്ട് വന്നിട്ടില്ല. രണ്ടാമത്തെ ബിൻ്റെ സ്ഥാനത്ത് വരുമ്പോൾ മാത്രമേ റൂട്ട് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ എക്ക് സ്ക്വയർ വരികയും ബിക്ക് സ്ക്വയർ വന്നിട്ടുമില്ല. ഇവിടെ തൊട്ട് മുമ്പുള്ള ഐഡൻറ്റിറ്റിയിൽ രണ്ടിലും റൂട്ട് വന്നതുകൊണ്ടാണ് ആൻസറിൽ എ മൈനസ് ബി വന്നത്. മൂന്നാമത്തേൽ എ പ്ലസ് ബി ഇൻറ്റു റൂട്ട് ബി എ മൈനസ് ബി ഇൻറ്റു റൂട്ട് ബി ഇസ് ഇക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി ആണ് വരുന്നത്. നാലാമത്തെ ഐഡൻറ്റിറ്റി നമുക്ക് പരിശോധിക്കാം. റൂട്ട് എ പ്ലസ് റൂട്ട് ബി ഇൻറ്റു റൂട്ട് സി പ്ലസ് റൂട്ട് ഡി ഇസ് ഇക്വൽ ടു റൂട്ട് എ സി പ്ലസ് റൂട്ട് എ ഡി പ്ലസ് റൂട്ട് ബി സി പ്ലസ് റൂട്ട് ബി ഡി.
അഞ്ചാമത്തെ ഐഡൻറ്റിറ്റി റൂട്ട് എ പ്ലസ് ബി റൂട്ട് എ പ്ലസ് റൂട്ട് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ മൈനസ് 2ab പ്ലസ് ബി. റൂട്ട് എ പ്ലസ് റൂട്ട് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് 2 ഇൻറ്റു റൂട്ട് എ ബി പ്ലസ് ബി. നമുക്കറിയാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നതാണ് നമ്മൾ മുമ്പ് പഠിച്ച ഐഡൻറ്റിറ്റി. ഇവിടെ എ സ്ക്വയർ വരികയില്ല, കാരണം റൂട്ട് എ ആയതുകൊണ്ട് തന്നെ അവിടെ എ എന്നാണ് വരിക. റൂട്ട് എ പ്ലസ് റൂട്ട് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് 2 റൂട്ട് എ ബി പ്ലസ് ബി. നമുക്കിത് ഈ ഐഡൻറ്റിറ്റികളൊക്കെ നമുക്ക് ഉദാഹരണത്തിലൂടെ പരിശോധിക്കാം. 5 പ്ലസ് റൂട്ട് 7 ഇൻറ്റു 2 പ്ലസ് റൂട്ട് 5. ഇതിനെ എങ്ങനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം? 5 പ്ലസ് റൂട്ട് 7 ഇൻറ്റു 2 പ്ലസ് റൂട്ട് 5 ഈസ് ഈക്വൽ ടു 10 പ്ലസ് 5 ഇൻറ്റു റൂട്ട് 5 പ്ലസ് 2 ഇൻറ്റു റൂട്ട് 7 പ്ലസ് റൂട്ട് 35. എക്സാമ്പിൾ 5 പ്ലസ് റൂട്ട് 5 5 മൈനസ് റൂട്ട് 5. ഇത് നമുക്കറിയാം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി രൂപത്തിലുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തേതിൽ എന്ത് വന്നിട്ടില്ല, സ്ക്വയർ വരികയും രണ്ടാമത്തേൽ റൂട്ടിൻ്റെയിൽ നമ്മൾ സ്ക്വയർ കാണാൻ സാധിക്കുകയില്ല. കാരണം 5 ശരിക്കുള്ള റാഷണൽ നമ്പർ തന്നെയാണ്. അതുകൊണ്ട് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ ആ സ്ഥാനത്ത് വരുന്നത് 5 സ്ക്വയർ മൈനസ് 5 എന്നുള്ള റൂട്ട് 5 ഇൻറ്റു റൂട്ട് 5 വരുമ്പോൾ 5 ആണ് വരിക. അപ്പോൾ 5 സ്ക്വയർ ഈക്വൽ ടു 25. റൂട്ട് 5ൻ്റെ സ്ക്വയർ ഈക്വൽ ടു 5. 25 മൈനസ് 5 ഈക്വൽ ടു 20. എക്സാമ്പിൾ റൂട്ട് 3 പ്ലസ് റൂട്ട് 7 ഹോൾ സ്ക്വയർ. നമുക്കറിയാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഐഡൻറ്റിറ്റി മോഡലാണ് ഇതുള്ളത്. റൂട്ട് 3 പ്ലസ് റൂട്ട് 7 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് 3 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു റൂട്ട് 3 ഇൻറ്റു റൂട്ട് 7 പ്ലസ് റൂട്ട് 7 സ്ക്വയർ. എക്സാമ്പിൾ റൂട്ട് 11 മൈനസ് റൂട്ട് 7 പ്ലസ് റൂട്ട് 11 പ്ലസ് റൂട്ട് 7. നമുക്കറിയാം ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നൊരു ഐഡൻറ്റിറ്റി പ്രകാരമുള്ളതാണ്. അതുകൊണ്ട് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് വരാറുള്ളത്. അതുകൊണ്ട് തന്നെ റൂട്ട് 11 സ്ക്വയർ മൈനസ് റൂട്ട് 7 സ്ക്വയർ ആണ്. ഇവിടെ നമുക്ക് റൂട്ട് 11 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 11 തന്നെയാണ്. റൂട്ട് 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 7 തന്നെയാണ്. 11 മൈനസ് 7 ഈക്വൽ ടു 4. We can rationalize the denominator, that is to make the denominator into a rational number. To do, we need identities involving square roots. Let's see how. നമുക്ക് എങ്ങനെയാണ് ഒരു ഡിനോമിനേറ്ററിൽ നമുക്ക് ഇറാഷണൽ നമ്പർ വന്നു കഴിഞ്ഞാൽ ആ ഇറാഷണൽ നമ്പറിനെ എങ്ങനെ നമുക്ക് റാഷണൽ നമ്പറിലേക്ക് മാറ്റാം. നമുക്കറിയാം ഡിനോമിനേറ്ററിൽ ഇറാഷണൽ നമ്പർ വന്നു കഴിഞ്ഞാൽ നമുക്കത് എത്രയാണ് വാല്യൂ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഡിനോമിനേറ്ററിലെ റാഷണൽ നമ്പർ എങ്ങനെയാണ് നമുക്ക് റാഷണലിലേക്ക് മാറ്റാൻ സാധിക്കുക എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. റാഷണലൈസ് ദ ഡിനോമിനേറ്റർ ഓഫ് 1/√2. 1/√2 എന്നുള്ളതിൻ്റെ ഡിനോമിനേറ്ററായ റൂട്ട് 2നെ നമുക്ക് റാഷണലൈസ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. We want to write 1/√2 as an equivalent expression in which the denominator is a rational number. Denominator ഒരു റാഷണൽ നമ്പറായ 1/√2ൻ്റെ ഒരു ഇക്വാലൻ്റ് എക്സ്പ്രഷനാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. നമുക്കറിയാം ഇക്വാലൻ്റ് എക്സ്പ്രഷൻ ആകുമ്പോൾ അതിൻ്റെ വാല്യൂ മാറുകയുമില്ല, അതിൻ്റെ എക്സ്പ്രഷനിൽ മാത്രമേ മാറ്റം വരികയുള്ളൂ. We know that √2 into √2 is റാഷണൽ നമ്പർ. നമുക്കറിയാം √2 into √2 എന്നുള്ളത് ഒരു റാഷണൽ നമ്പറാണ്. അതുകൊണ്ട് തന്നെ വി ആൾസോ നോ ദാറ്റ് മൾട്ടിപ്ലൈയിങ്
root 2 by root 2 by root 2 we will give an equivalent expression. നമുക്കറിയാം ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഒരേ സംഖ്യകൾ കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ വാല്യൂവിൽ ആ റാഷണൽ നമ്പറിൻ്റെ ആ ഒരു സംഖ്യയുടെ ഇക്വാലൻ്റ് എക്സ്പ്രഷനാണ് നമുക്ക് കിട്ടുക എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ റൂട്ട് 2 ഡിനോമിനേറ്ററിലുള്ള റൂട്ട് 2നുമായി നമ്മൾ റൂട്ട് 2 ഗുണിക്കുമ്പോൾ അതേ സംഖ്യകൾ കൊണ്ട് നമ്മൾ ന്യൂമറേറ്ററിനെയും ഗുണിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം റൂട്ട് 2 ബൈ റൂട്ട് 2 എന്നുള്ളതാണ്, അഥവാ = 1 ആണ് ഉത്തരം. ഇങ്ങനെ ഇതുപോലെ നമുക്ക് റൂട്ട് 2 ബൈ റൂട്ട് 2 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. 1 by root 2 = 1 by root 2 into 2 by root 2 by root 2. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ റൂട്ട് 2മായി ഗുണിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം റൂട്ട് 2 by 2 എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലാവാം റൂട്ട് 2 by 2 എന്നുള്ളത് റാഷണൽ നമ്പറാണ്. അതുകൊണ്ട് തന്നെ ഡിനോമിനേറ്ററിലെ റൂട്ട് 2 എന്നുണ്ടായിരുന്ന ഇറാഷണൽ നമ്പറായിരുന്ന റൂട്ട് 2 ഇപ്പോൾ 2ലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇൻ ദിസ് ഫോം ഇറ്റ് ഈസ് ഈസി ടു ലൊക്കേറ്റ് 1 by root 2 എന്ന നമ്പർ ലൈൻ. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്പർ ലൈനിൽ രേഖപ്പെടുത്താൻ 1 by root 2 എന്നുള്ളത് നമ്പർ ലൈനിൽ രേഖപ്പെടുത്താൻ സുഖമാണ്. ഈ ഡിനോമിനേറ്റർ റാഷണൽ ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ലൈനിൽ 1 by root 2 രേഖപ്പെടുത്താൻ വളരെ സുഖമായിരിക്കും. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഡിനോമിനേറ്ററിനെ റാഷണലൈസ് ചെയ്യുന്നത്. Rationalize the denominator 1 by 2 plus root 3. We use the identity for given in earlier multiply and divide. നമ്മൾ 2 plus root 3 എന്നുള്ളതിനോട് നമ്മൾ ഗുണിക്കുന്നത് 2 minus root 3 എന്നുള്ളതാണ്. a plus b into a minus b എന്ന് പറഞ്ഞാൽ a square minus b square ആണല്ലോ. ആ ഐഡൻറ്റിറ്റി പ്രകാരം നമ്മൾ ഇവിടെയും ആ ഒരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. 2 minus 3യും റൂട്ട് 3യുമായി നമ്മൾ ഡിനോമിനേറ്ററിനെ ഗുണിക്കും. അതേ സംഖ്യകൾ കൊണ്ട് നമ്മൾ ന്യൂമറേറ്ററിനെയും ഗുണിക്കും. ഇവിടെ നമ്മൾ 1 by root 2 plus root 3യുമായി 2 minus root 3നെ നമ്മൾ ഗുണിക്കുന്നു. അതേ സംഖ്യകൾ കൊണ്ട് നമ്മൾ മുകളിലും ന്യൂമറേറ്ററിലും ഗുണിക്കുന്നു. നമുക്ക് പറയാം a plus b into a minus b = a square minus b square ആണ്. അതുകൊണ്ട് തന്നെ 2 square ആയ 4 minus root 3 into root 3 square 3 എന്നുള്ളത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ന്യൂമറേറ്ററിൽ 1 into 2 minus root 3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 2 minus root 3 ആണ്. ശേഷം നമ്മൾ ഇതിനെ ഹരിക്കും. 2 by 4നെ ഹരിച്ച് minus 3 by 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 2 minus root 3 എന്നുള്ളതാണ്. Rationalize the denominator 5 by root 3 minus root 5. Here we use the identity 3 given earlier. 5 minus root 3 by root 3 minus root 5 എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് നേരെ തൊട്ട് മുമ്പ് ഉപയോഗിച്ച അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇവിടെയും ഉപയോഗിക്കുന്നത്. root 3 plus root 5മായി നമ്മൾ ഗുണിച്ചു. കിട്ടുന്ന ഉത്തരം 3 minus 5 ആണ്. a plus b into a minus b ആണ് വരുന്നത്. അപ്പോൾ a minus b a square minus b square എന്നുള്ളിടത്ത് root 3 root 5ൻ്റെയും 3 minus 5 എന്നുള്ള ഉത്തരം കിട്ടി. മുകളിൽ നമ്മൾ അതേപോലെ ഗുണിക്കും. 5 into 3 plus root 5 ആണ് നമുക്ക് ഉത്തരം കിട്ടിയത്. 3 minus 5 എന്ന് പറഞ്ഞാൽ 2 ആണ് നമുക്കറിയാം. 3 minus 5 = -2 ആണ്. മൈനസ് ഡിനോമിനേറ്ററിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ന്യൂമറേറ്ററിൽ കൊടുക്കുന്നത് സെയിം ആണ്, നെഗറ്റീവ് സംഖ്യയാണ്. -5 by root 2 into root 3 plus root 5 എന്നാണ് ഇതിൻ്റെ ആൻസർ. ഇനി അടുത്തതായി റാഷണലൈസ് ദ ഡിനോമിനേറ്റർ 1 by 7 plus 3 into root 2. ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ നേരെ നെഗറ്റീവ് മെത്തേഡ് തന്നെയാണ്. 7 plus 3 by 2 എന്നതിൻ്റെ a minus b എന്നുള്ള രൂപത്തിൽ 7 minus 3 by 2 നമ്മൾ ചെയ്യും. a plus b into a minus b ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം a square അഥവാ 7 square = 49 ആണ്. root 3 into root 2 3 into 2 എന്നുള്ളത് നമുക്കറിയാം 2 into 2
4 ആണ്. റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു 3 ഇൻറ്റു റൂട്ട് 2 ആണ് നമുക്ക് ചെയ്യാനുള്ളത്. 3 ഇൻറ്റു 3 നമുക്കറിയാം 9 ആണ്. റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 നമുക്കറിയാം ഒരു 2 ആണ് ഉത്തരം വരുന്നത്. 2 ഇൻറ്റു 3 2 ഇൻറ്റു 9 2 ഇൻറ്റു 9 ഈസ് ഈക്വൽ ടു 18. മൈനസ് ആണ് വരിക. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് ഉത്തരം വരുന്നത്. അപ്പോൾ 7 സ്ക്വയറും 3/2 സ്ക്വയർ ആയി 18 ഇവിടെ വന്നിട്ടുണ്ട്. 49 മൈനസ് 13 ഈസ് ഈക്വൽ ടു 31. ന്യൂമറേറ്റർ അതേപോലെ 7 മൈനസ് 3/3 ഇൻറ്റു റൂട്ട് 2 അതുപോലെ നമ്മളിവിടെ എടുത്ത് എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ. When the denominator of an expression contains a term with a square roots or a number and a radical sign, the process of converting into an equivalent expression whose the denominator is a rational number is called rationalizing the denominator. Denominator irrational number ആയിരുന്ന ഒരു സംഖ്യയെ, ഒരു സ്ക്വയർ റൂട്ടിനെ അതിൻ്റെ റാഷണലൈസ് ചെയ്യുന്നതിന്, ഇങ്ങനെ റാഷണൽ രൂപത്തിലേക്ക് അതിനെ മാറ്റുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് റാഷണലൈസിങ് ദി ഡിനോമിനേറ്റർ എന്നാണ് ഈ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേര്. ഓക്കെ. ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് ആദ്യം നമ്മൾ റൂട്ട് എക്സ് എന്നുള്ളതിനെ ജിയോമെട്രിക്കലി എങ്ങനെ രേഖപ്പെടുത്താൻ സാധിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. അതിനെ തന്നെ നമ്മൾ എങ്ങനെയാണ് പിന്നീട് നമ്പർ ലൈനിലേക്ക് രേഖപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ശേഷം നമ്മൾ സ്ക്വയർ റൂട്ടുകളിലെ ഏതാനും ചില ഐഡൻറ്റിറ്റികളാണ് നമ്മൾ പരിചയപ്പെട്ടത്. അതിനുശേഷം നമ്മൾ റാഷണലൈസിങ് ദി ഡിനോമിനേറ്ററുകളെ എങ്ങനെ റാഷണലൈസ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ചെറിയ മെത്തേഡും നമ്മളിവിടെ പരിചയപ്പെട്ടു. ഈ വീഡിയോയിലൂടെ പറഞ്ഞുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വീഡിയോ വീക്ഷിച്ചതിന് നന്ദി. താങ്ക് യു വെരി മച്ച്.